ഹലോ സഹോദരന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അഗത്തി ദ്വീപിലാണ്. ഇതൊരു സുന്ദരമായ കാഴ്ചയാണ്. കാരണം ഇവിടുന്ന് ഏതാണ്ടും ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് വെറുതെ നടന്നു പോവാം. എന്ത് രസമായിട്ടുള്ള സ്ഥലം നോക്കി നിങ്ങൾ. ഞാൻ അങ്ങനെ ഇറങ്ങുന്നില്ല, കാരണം വേറെ ഒന്നായിട്ടല്ല, ഞാനിപ്പോൾ അതിന് അറേഞ്ച്മെൻ്റ് ആയിട്ട് വന്നതല്ല, വെറുതെ കണ്ടപ്പോൾ ജസ്റ്റ് കൊതിയായിട്ട് എടുക്കുന്നതാണ്. നിങ്ങളൊന്ന് നോക്കി, എന്ത് രസം. നിങ്ങളിതൊക്കെ ഒന്ന് കാണണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലേ. കാശൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ആ കാശ് വെച്ച് മനുഷ്യനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇന്നലെ നാളെ എല്ലാം മണ്ണിൻ്റെ അടി പോകാനുള്ള എല്ലാവരും. അപ്പോൾ നമ്മൾ കിട്ടുന്ന അവസരം പാഴാക്കാണ്ടിരിക്കുക. ഇത്രണ്ട, നിങ്ങൾ നോക്കിയേ, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾ കാണേ എടാ. അഗത്തി ദ്വീപാണത്. ഇതിൻ്റെ ഒരു ചെറിയ വശം മാത്രം ഇപ്പോൾ ഞാൻ എടുക്കണുള്ളത്. ഇത് കാണുകയാണെങ്കിൽ നല്ല രസമാണ്. ഇവിടെ വന്ന് നേരിട്ട് കാണണം. കണ്ട, എനിക്ക് മൊബൈലിൽ അത്ര വലിയ പ്രാക്ടീസ് ഒന്നുമില്ല, എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എവിടെ തുടങ്ങിയ തിരവന്നെ നോക്കിയതല്ല. ഇവിടെ വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ വരെ നടന്നു പോയി കുളിക്കുക. നമുക്ക് ഇവിടെ കിടക്ക വന്ന് സുഖസുന്ദരം. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഡയറിയിൽ നിങ്ങൾക്ക് കുറിച്ചിടാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് മനസ്സിലാക്കണം നിങ്ങൾ. എനിക്കിപ്പോൾ ഇത് അങ്ങനെ കൂടുതൽ എടുക്കണമെന്നൊന്നുമില്ല, കാരണം എനിക്കറിയാനും പാടില്ല. ഇത് കണ്ട, നിങ്ങളൊന്ന് നോക്കിയേ, എത്രയോ കിലോമീറ്ററാണ് ഇങ്ങനെ കടപ്പുറമായിട്ട് കിടക്കുന്നത്. നമ്മളവിടെ കാണുന്ന കടപ്പുറം പോലെ അല്ലേ ഇത്. ഇത് കടപ്പുറമല്ല, ശരിക്കും പറഞ്ഞാൽ ബീച്ച്. സുഖസുന്ദരമായ ബീച്ച്. സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ പ്രകൃതി നൽകിയ കനിഞ്ഞരുളിയ ആ സ്വർഗീയ സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളിവിടെ വന്നോട്ടാ. അഗത്തിയിൽ വരുന്ന എല്ലാവരും ഇവിടെ വരണം, ഇത് കാണണം. അപ്പോൾ നല്ല രസമുണ്ട് കാണാം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് നോക്കിയെങ്കിൽ കണ്ട, ഈ വെയിലതിൻ്റെ വല്ല ഒന്നും മനസ്സിലാകണമില്ല. ഏതായാലും എന്നെക്കൊണ്ട് കഴിയുന്ന പറഞ്ഞാൽ ഞാൻ എടുത്ത്. ഓക്കെ, താങ്ക് യു.